മലയാളികളുടെ പ്രിയപ്പെട്ട മത്സ്യ ഇനമായ മത്തിയുടെ ലഭ്യത കുറയുമെന്ന് പ്രവചനം. കേന്ദ്ര മത്സ്യ ഗവേഷക ഇൻസ്റ്റിറ്റ്യൂട്ട് ICAR CMFRIയുടേതാണ് ഈ കണ്ടെത്തൽ. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുള്ള ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാമെന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. 2002, 2005, 2010 ഈ വർഷങ്ങളിലെല്ലാം നമുക്ക് എൽനിനോൻ്റെ ഒരു പ്രതിഫലനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമുക്ക് ലഭ്യമാവുകയുണ്ടായി. ഇത്തരം ഡാറ്റകളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നടത്തിയ പഠനങ്ങൾ വ്യക്തമായി കാണിക്കുന്നത് ഇത്തരം എൽനിനോ തുടർന്ന് വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഏകദേശം ഒരു 4 മാസത്തിനപ്പുറം അല്ലെങ്കിൽ 6 മാസം വരേക്കും കൂടുതൽ താപനില എൽനിനോ തുടർന്നുള്ള വർഷങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചില ഘടനകളിലെ മാറ്റമാണ് ഇതിന് കാരണം. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായും സമുദ്ര ഉപരിതലത്തിൽ വസിക്കുന്ന മത്സ്യങ്ങളായ മത്തിയാണ് പ്രധാനപ്പെട്ട ഒരു മത്സ്യം. മത്തി നമ്മുടെ സമുദ്ര മത്സ്യബന്ധന മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുന്ന ഒരു മത്സ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം മത്സ്യങ്ങൾ ഇത് സാരമായി ബാധിക്കാനുള്ള ഒരു പ്രവണത കാണുന്നു. ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രതിഭാസമാണ് കോറൽ ബ്ലീച്ചിങ് ഇവൻറ്റ്. പവിഴപ്പുറ്റുകൾ ധാരാളമായിട്ടുള്ള പ്രദേശങ്ങളിൽ പവിഴപ്പുറ്റുകളുടെ ഒരു ബ്ലീച്ചിങ്ങുകൾക്കുള്ള സാധ്യത വളരെ ധാരാളമായി കാണുന്നുണ്ട്. അപ്പോൾ അതുകൂടി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവിഴപ്പുറ്റുകളെ ആശ്രയിച്ച് ജീവിതചക്രം വളർത്തിയെടുക്കുന്ന ചില മത്സ്യ ഇനങ്ങൾ, ചെമ്പല്ലി പോലുള്ള മത്സ്യ ഇനങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നു. അതോടൊപ്പം തന്നെ തീരപ്രദേശങ്ങളിൽ ജീവിതമാർഗമായി സമുദ്ര മത്സ്യകൃഷി മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകൾക്ക് കഠിനമായ ചൂടിൻ്റെ ഒരവസ്ഥ വരും വർഷങ്ങളിൽ, അതായത് 2027 വർഷം ആരംഭത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യത വരുമ്പോൾ അത് സമുദ്രജലത്തിൻ്റെ താപം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ലവണാംശം വർദ്ധിപ്പിക്കാനുമുള്ളൊരു സാധ്യത കാണുന്നു. തുടർന്ന് ഈ പ്രതിഭാസത്തോടൊപ്പം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം പെട്ടെന്ന് വരുന്ന കൺവെക്റ്റീവ് ക്ലൗഡ്സ് കാരണം ഉണ്ടാകുന്ന മഴയാണ്. അപ്പം അത്തരമുള്ള മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൂടി നിൽക്കുന്ന താപനില പെട്ടെന്ന് ഡൗൺ ആവുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകാറുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനുള്ളൊരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ വരുമ്പോൾ പ്രതിസന്ധികളെ, വെല്ലുവിളികളെ നേരിടാൻ സുസജ്ജമായ ഒരു ശാസ്ത്രീയ അടിത്തറ നമുക്കുണ്ട്. അത്തരത്തിൽ നമ്മൾ മത്സ്യകർഷകർക്കും അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിവരങ്ങൾ കൈമാറുന്നതാണ്. ഇതോടൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നമ്മൾ പ്രത്യേകം മുന്നറിയിപ്പ് നൽകുന്നതാണ്. നമുക്ക് മത്തി അല്ലെങ്കിൽ ചാളയുടെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജുവനൈൽ ഫിഷിംഗ് അല്ലെങ്കിൽ അഡൽട്ട് ഫിഷിങ്ങിൽ തന്നെ എന്തൊക്കെ റെഗുലേഷൻസ് വേണം എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മത്സ്യബന്ധന മേഖലയ്ക്ക് ഇത്തരം ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പവിഴപ്പുറ്റുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ടൂറിസം വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ്. പക്ഷേ ടൂറിസം കൊടുക്കുന്ന പ്രഷർ പവിഴപ്പുറ്റുകൾക്ക് ധാരാളമായി വരുന്നത് കൊണ്ട് അത്തരം മേഖലകളിൽ എങ്ങനെ ടൂറിസം റെഗുലേറ്റ് ചെയ്യാം, എന്തുമാത്രം നമ്മൾ അതിൽ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളും നമ്മൾ അഡ്വൈസറി മുഖേന നൽകുന്നതാണ്.